ആണല്ലോ അല്ലേ? അപ്പൊ പിന്നെ 2025 കഴിയാനായിട്ട് ഇനി കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2026 വരവേൽക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? വരവേൽക്കാൻ ഞാനൊന്നും ചെയ്യണ്ട, അത് വന്നോളും. എങ്കിലും അടിപൊളിയായിട്ടുള്ള കുറച്ച് പള്ളികൾ എടുത്തു പോകാം, നല്ല ലൈറ്റ് വട്ടമൊക്കെ കാണാനായിട്ട്. ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ, എൻ്റെ വീടിൻ്റെ തൊട്ട് കുറച്ചിപ്പുറത്ത്. എന്നാൽ 10 കിലോമീറ്റർ ഉണ്ട്. വരുന്ന വഴിയിൽ ഒരു ക്ഷേത്രമാണ് കേട്ടോ, നല്ല അമ്മൻ ക്ഷേത്രമാണ്. അടിപൊളി യക്ഷിയമ്മനാണ് അല്ലേ. ഞാൻ ഇടയ്ക്ക് ഇതുവഴി പോകുമ്പോൾ ഈ ക്ഷേത്രം ഞാൻ കാണാറുണ്ട്. എന്നും വൈകുന്നേരങ്ങളിൽ എന്നും കേട്ടോ, എന്നും ഈ ക്ഷേത്രത്തിന്റെ ഞാൻ പോകുന്ന ദിവസമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നട തുറക്കാറുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അതായത് പൂവ്, ഇവിടുത്തെ തമിഴ്നാടാണ് കേട്ടോ, ഞാൻ അത് ഓൾറെഡി പറഞ്ഞു പോവുകയാണ്. തമിഴ്നാടാണ് ഞാൻ നിൽക്കുന്നത്. ജമന്തിപ്പൂവ്. ഈ വള എന്തിനാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ ക്യാമറാമാൻ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് നിൽക്കുകയാണ്, ഞാൻ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോയിട്ടില്ല. കുറച്ച് വളയുണ്ട്, പൂവുണ്ട്, 2 ഐറ്റം ഭസ്മമുണ്ട്. അപ്പം നമ്മുടെ യക്ഷിയമ്മൻ ക്ഷേത്രമാണ്. എന്തായാലും മാർച്ചിലാണ് ഇവിടുത്തെ ഉത്സവം അല്ലേ. അപ്പം നമ്മള് ഇപ്പൊ ഞാൻ പള്ളിയിലാണ് പോകുന്നത്. എങ്കിലും എന്ത് പറയാനാണ്, നമ്മൾ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാൻ പാടില്ല. എനിക്ക് വിശ്വാസമാണ് എല്ലാം കേട്ടോ. അങ്ങനെ പള്ളി അപ്പൊ ചേച്ചി ചോദിക്കും, ചേച്ചി 2 വെള്ളത്തിൽ കാലിയുണ്ട്. 2 വെള്ളമല്ല, 3 വെള്ളത്തിൽ കേട്ടോ. പള്ളിയിലും മുസ്ലിങ്ങളായാലും ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. നമ്മുടെ ഭീമാ പള്ളിയിൽ പോയ വീഡിയോ ഒക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് വളവള സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമ്മൾ ഇനി പോകുന്നത് കുഞ്ഞു കുഞ്ഞു പള്ളികളിൽ നല്ല ആ ലൈറ്റ് വെട്ടോ, അവിടെ എന്തൊക്കെയാണെന്നുള്ള ഇതൊക്കെ കാഴ്ചകൾ കാണിച്ച് പോകും. കൂടെ വന്നോളൂ. വീണ്ടും വീണ്ടും എൻ്റെ വ്ളോഗിലൂടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായി നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 26 ഞാൻ വിളിച്ച കൂടെ വരണം കേട്ടോ, കൂടെ വന്നോളൂ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി, അത് അവിടുത്തെ എന്ത് പറയാനാണ്, ദേവീ ക്ഷേത്രമൊക്കെ കണ്ട് അതിനുശേഷം ഇവിടെ വന്നപ്പോൾ ഒരു ലവിന്റെ മോഡലാണ് കേട്ടോ. നല്ല രസമുണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഇത്തിരി വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കമ്പിയിലൊക്കെയാണ്, കമ്പി വെച്ചിട്ട് അതിനകത്ത് വയറൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ലവ് മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പുൽക്കൂട് കേട്ടോ. ഇത് എത്ര നാളത്തെ പരിശ്രമമാണെന്നറിയോ? നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നതുകൊണ്ട് നമുക്കറിയില്ല, ഇത് ഒരുപാട് നാളത്തെ പരിശ്രമമായിരിക്കാം. നല്ല ഭംഗിയായിട്ട് ഈശോയൊക്കെ മാലാഖയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഈ പുൽക്കൂട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് പള്ളിയിലോട്ടാണ് കേട്ടോ. ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ ഒരു പള്ളി നോക്കി വെച്ചിട്ടുണ്ട്, അത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ എടുത്തിടണമെന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ പോകുന്നത് പള്ളിയിലോട്ടാണ്. നമുക്ക് പള്ളിയിൽ പോയിട്ട് കാണാം കേട്ടോ. എന്നാ അപ്പം ഈ പള്ളിയുടെ തിരക്കുണ്ടോ? ഈ പള്ളി ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതുവഴിയൊക്കെ പോകുമ്പോൾ CSI ചർച്ചാണ്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ. ഈ പള്ളിയിലോട്ട് പോകാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു CSI ചർച്ചാണ് കേട്ടോ. இந்த இடத்துக்கு பேர் என்ன? മാഞ്ചക്കോണം. തൃപ്പരപ്പ് മാഞ്ചക്കോണം അല്ലേ, കന്യാകുമാരി ജില്ല. തൃപ്പരപ്പ് മാഞ്ചക്കോണം കന്യാകുമാരി ജില്ലയിലെ CSI പള്ളിയാണ് കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ട് അല്ലേ ഓൾറെഡി ഇതിനകം അല്ലേ. പള്ളിയിൽ ആരാധനയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും തൃപ്പരപ്പ് മാഞ്ചിറ CSI ചർച്ചിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ആരാധന എത്ര മണിക്ക് ഇവിടെ? 11 മണിക്ക് അല്ലേ? ഓ 11 മണിക്ക് ആരാധന. അതാണ് ഇവിടെ. ആ പള്ളിക്കകത്ത് ആരും ഇല്ല, പുറത്ത് ആൾക്കാർ വന്ന് നിൽക്കുന്നു. നല്ല അടിപൊളി സ്പോട്ടായിട്ടുള്ള ഒരു പള്ളി കേട്ടോ. നല്ല എന്ത് പറയാനാണ്, കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തു പറയേണ്ടത്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പള്ളിയിൽ ആരാധന. ഇവിടെ 11 മണിക്ക് ആരാധന. വേറെ എവിടെ പള്ളി? കടയൽമൂട് പള്ളി. ഇതിന്റെ ഒരു ഇതാണോ? വേറെ. ഇത് മാഞ്ചിറ സ്ഥലം അല്ലേ? മാഞ്ചിറ, നമ്മുടെ തൃപ്പരപ്പ് മാഞ്ചിറ കന്യാകുമാരി ജില്ല. ഏത് മണ്ഡപം? ഇവിടെ കല്യാണം നടക്കുന്നോ? അപ്പുറത്ത് കല്യാണം നടക്കുന്നുണ്ട്. കല്യാണം നടക്കുന്നുണ്ടടാ. നമുക്ക് കല്യാണത്തിനൊക്കെ പോയിട്ട്, വിളിക്കാത്ത കല്യാണത്തിന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടാ. നീ പോവോ? എവിടാ? കല്യാണ വീട്ടിൽ പോകണമെന്നാ? നീ വീട്ടിൽ പോകണമെന്നാ? കല്യാണ വീട്ടില് നീ ഫുഡ് കഴിക്കാൻ പോ. ഞാൻ വരുന്നില്ല. എനിക്ക് അഭിമാനമൊക്കെ ഉള്ളതാ, അതറിയാമോ നിനക്ക്? അതുകൊണ്ട് അത് തിന്നാനല്ല,
അപ്പൊ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ച് ഞാൻ കല്യാണ വീട്ടിൽ വന്നതായിരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതൊന്നും അല്ല കേട്ടോ, ഞാൻ പള്ളി എടുക്കാനായിട്ട് പള്ളിയിലെ കാഴ്ചകൾ കാണാനായിട്ട് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഒരു പള്ളിയാണ് കേട്ടോ. ഇഷ്ടമായോ? അപ്പം ഈ പള്ളിയുടെ തന്നെ താഴെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ. അതായത് കല്യാണ മണ്ഡപമാണ്. അത് ഒരുപാട് ആൾക്കാർ കല്യാണത്തിന് പോകുന്നുണ്ട്, ഒരുപാട് തിരക്കും കാര്യങ്ങളുമാണ്. ഞാൻ എന്തായാലും പോകുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ കൂടെ ക്യാമറാമാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോയി കഴിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. അവന് ഒടുക്കത്തെ വിശപ്പെന്നാണ് പറയുന്നത്. ഫുഡ് പോയി കഴിച്ചിട്ട് വാ, ഞാൻ വരുന്നില്ല. വിളിക്കാത്ത കല്യാണത്തിനും ഞാൻ പോകില്ല കേട്ടോ, സത്യം. പെൺകൾ ഇതൊരു ബാത്റൂമാണ് കേട്ടോ, ഈ പള്ളിയുടെ തന്നെ ഒരു ബാത്റൂമാണ്. അപ്പം പെണ്ണിൻ്റെ ചെക്കൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്, ബൊഫയാണ്. പോയി കഴിച്ചിട്ട് വേണം, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. നാണിക്കണ്ടടാ, ഭക്ഷണമല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. വിശന്ന് എവിടെ വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഞാൻ ഒന്നത് 6 മണിക്ക് ശേഷം ഞാൻ കഴിക്കുന്ന ഡയറ്റാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ എന്നെ നിർബന്ധിക്കരുത്, കൂടുതൽ നിർബന്ധിച്ച അവസാനം ഞാൻ വരേണ്ടി വരും. നിർബന്ധിക്കരുത്, പോയിട്ട് വാ. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഇവിടെ നിൽക്കാം. ക്യാമറ വർക്കിന് വന്ന ആള് കഴിച്ചിട്ട് വരട്ടെ, ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഓക്കെ കേട്ടോ, അടുത്ത് നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരം കൂടെ കാണാൻ പോവാം. അപ്പോൾ പിന്നെ പുള്ളി അകത്ത് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ പുറത്ത് നിന്ന് ഞാനാണ് ഈ വിഷയം എടുക്കുന്നത്. ഇതിനകത്ത് ഇരിക്കുന്ന ഈ കഴിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ വർക്കിന് വന്ന ക്യാമറമാനും കൂടെ ഉണ്ട്. പുള്ളി ആഞ്ഞു വെട്ടയാണ്, ഞാൻ പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷം. ഒരു കിലോ എവളവ്? ഒരു കിലോ 240. ഓരോ വർഷവും ഉത്സവത്തിന്റെ അളവ് കൂടുന്നതോറും പലഹാരത്തിന്റെ അളവ് കൂടുന്നതാ. നാളെ ഇതിന്നും കൂടും. ഈ വർഷം എങ്ങനെ തന്നെ അല്ലേ? കഴിഞ്ഞ വർഷം എത്ര ആയിരുന്നു? അതാണ് ഞാൻ നോക്കിയത്. കഴിഞ്ഞ വർഷം 200 ആയിരുന്നു, ഇപ്രാവശ്യം 220, 240 അല്ലേ ചേട്ടാ? 240. 1 കിലോ, 1/2 കിലോ മതി. അവിടെ 1 കിലോ കഴിക്കാനായിട്ട് ആരുമില്ല. അപ്പം നമ്മൾ എന്തായാലും ലൈറ്റ് വട്ടം കണ്ട് നേരെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ദേ ലഡു ഒന്ന് കാണിച്ചു കൊടുത്തേ. ദൂരം നോക്കുമ്പോൾ ഞാൻ നോക്കി ലഡുവിൽ കരിച്ചിരിക്കുമല്ലോ. മറ്റേ ഇത് മുന്തിരി, ഉണക്ക മുന്തിരി കേട്ടോ, എടുത്ത് വെച്ചേക്കാണ്. എവിടെന്നാ ചേട്ടൻ്റെ വീട്? എവിടെ? മാർത്താണ്ഡം. അത്രയും മതി കേട്ടോ. 1/2 കിലോ അല്ലേ? ഇതൊന്നും ഇട്ടില്ല? 1/2 കിലോയിൽ ഇതിൽ ഉൾപ്പെടൂലേ? ഇട്ടല്ലേ. മതി മതി. 110 രൂപ അല്ലേ? 20 രൂപ. ശരി, 240 രൂപ ആകുമ്പോൾ 1/2 കിലോ 20 രൂപ. ഇവിടെ കേട്ടെ, ഇവിടെ ക്ഷേത്ര പള്ളി, അത് ക്ഷേത്രത്തിൽ ഇല്ല, അപ്പുറം വെടിയേക്കുന്ന പൈസ കൊടു. ധർമ്മം ചോദിച്ച് നടക്കുന്ന രണ്ട് എന്ത് പറയാനാണ്, നമ്മളെ ഒരു അങ്കിളിനെയും ഒരു ചേട്ടനെയും കണ്ടിട്ടുണ്ട്. ഫാമിലി 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 ഇരിക്കാം. உங்களுக்கு സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്ത്. ആർക്ക് കൊടുത്ത്? പിള്ളേരെ അടിച്ചു വരട്ടിയതുകൊണ്ടാണ് നിങ്ങൾ റോഡില്? ഇതാരാണ് നിങ്ങളുടെ? ഇത് നിങ്ങളെ കൂട്ടത്ത് വരുന്ന ആളാണല്ലേ? അങ്ങനെ. കഴിക്ക് ഫുഡ് കഴിക്കും. സ്വന്തം ബന്ധമൊന്നുമല്ല, സ്വന്തം ബന്ധമല്ല, ഒരു കൂട്ടായ്മയാണ് കേട്ടോ. നമ്മൾ യാചിക്കാൻ പോകുന്നതാണ്. ധർമ്മം എടുക്കാൻ പോയി, അങ്ങനെയുള്ള. ശരി, കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാം. ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കും. ഇന്ന് ഈ പള്ളിയുടെ മുന്നിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്താണ് അവർ ഈ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ 2025 അവസാനത്തെ കാഴ്ചകൾ, ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് അല്ലേ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇവർക്ക് കൂലിപ്പണി ചെയ്യാനൊന്നും വയ്യ. അങ്കിളിന് തീരെ പ്രായം ചെന്നതാ, വയ്യാഞ്ഞിട്ടാണ്. എങ്കിരുന്ന് എവിടെന്ന് ചാപ്പാട്? പള്ളിയിൽ നെട്ടിയതായിരുന്നു. ഫ്രീ ഭക്ഷണം. അങ്ങനെയാണ് കേട്ടോ. ഫ്രീ ഭക്ഷണം. ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിക്കണം കേട്ടോ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോ. അപ്പം ദൈവം കൂടുതൽ നിങ്ങൾക്ക് തരും. കിടച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോവാൻ പറ്റും. ബസ്സിനുള്ള ഞാൻ തരാം എന്തായാലും.
സന്തോഷമായിട്ട് ഫുഡ് കഴിക്കും, സന്തോഷമായിട്ട് കഴിക്കും. ഇനിയിപ്പോ ബസ്സിന് ഇവർക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി അടുത്ത സ്ഥലത്ത് ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിന് എന്തെങ്കിലും കിട്ടിയാലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും കിട്ടും കിട്ടും കിട്ടും. പള്ളിയിൽ നിന്നല്ലേ 11 മണിയാകുമ്പോ ആരാധന തുടങ്ങും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ 2026 നിങ്ങൾക്ക് നല്ലൊരു വർഷമായി തീരട്ടെ കേട്ടോ അങ്ങളെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാ പറയുന്നത് കേട്ടോ. നല്ലൊരു വർഷമായിട്ട് തീരട്ടെ. അപ്പൊ നിങ്ങൾ കഴിക്കും, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പടിയാ, ഓക്കെ 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 ഓക്കെ. നമ്മള് നന്നായിട്ടിരുന്നാലേ അവർക്ക് നന്നായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. നമ്മള് ജോലി ചെയ്ത് കഴിക്കുന്നവര് എടുത്ത് കഴിക്കുന്നെന്നാണ് പറയുന്നത്. എല്ലാം ജോലി തന്നെയാണ്. അതും 10 പേരോട് ചോദിച്ചാലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ. അതും ഒരു ജോലി തന്നെയാണ്. ശരിയെന്നാ, ഓക്കെ എന്നാ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കത്തോലിക്ക സഭയുടെ മുന്നിലാണ് ഉള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല അലങ്കരിച്ചിട്ടുള്ള ഒരു ചർച്ച് തന്നെയാണ്. ഞാനിന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലൈറ്റ് വെട്ടം കാണാനായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ഇവിടെയും ആരാധന 11 മണിക്കാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 12 മണിക്കൊക്കെ കേക്ക് കൊടുക്കത്തുള്ളൂ. അതിനു മുമ്പൊന്നും കേക്കില്ലേ. അവിടെ നമ്മൾ 25-ന് പറഞ്ഞു വിട്ടിട്ട് 26-നെ വരവേൽക്കുന്ന സമയത്തൊക്കെയാണ് കേക്ക് മുറിക്കുന്നത്. പാതിര കുർബാന ഇന്ന് എല്ലാ പള്ളികളിലും ഉണ്ട്. അതുപോലെ എൻ്റെ പള്ളിയിലും ഉണ്ട്. ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം എൻ്റെ പള്ളിയിലോട്ട് പോകാനായിട്ട്. വീണ്ടും വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഞാൻ വിട വാങ്ങിയാണ്. നിങ്ങളോടും എന്ത് പറയാൻ 2025-നോടും വിട പറഞ്ഞ് ഞാൻ ഇതാ പോവുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് 2026 ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് കേട്ടോ. ഇന്ന് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പോവുകയാണ് കേട്ടോ. എനിക്കും ടൈം ആയിട്ടുണ്ട്. പള്ളിയിൽ കുർബാന തുടങ്ങാറായിട്ടുണ്ട്. ഇനി ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചാലേ എനിക്ക് പള്ളിയിൽ എത്താൻ പറ്റത്തുള്ളൂ.